കൈതപ്രത്ത് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് കാരണം ഇദ്ദേഹത്തിന്റെ ഭാര്യയുമായുള്ള പ്രതിയുടെ സൗഹൃദം തകർന്നതിന്റെ പകയിലാണെന്ന് FIR വന്നിരിക്കുകയാണ്. സന്തോഷും കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയും സഹപാഠികളായിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ മൂലം രാധാകൃഷ്ണന്റെ ഭാര്യയും സന്തോഷും തമ്മിലെ സൗഹൃദം മുറിഞ്ഞത് കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്നാണ് ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ. വ്യാഴാഴ്ച വൈകിട്ട് 6:30യോടെയാണ് ക്രൂരമായ കൊലപാതകം നടക്കുന്നത്. കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ പുതുതായി പണിയുന്ന വീട്ടിൽ വെച്ചായിരുന്നു സംഭവം നടക്കുന്നത്. കൊല്ലപ്പെടുന്നതിന് മുമ്പും ശേഷവും സന്തോഷ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. വെടിയൊച്ച കേട്ട് പ്രദേശ നിവാസികൾ വീടിനടുത്തേക്ക് പോയപ്പോഴാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രാധാകൃഷ്ണനെ കണ്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. പോലീസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയപ്പോഴാണ് പ്രദേശത്ത് നിന്നും സന്തോഷിനെ കണ്ടെത്തുന്നത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. രാധാകൃഷ്ണന്റെ വീടിന്റെ നിർമ്മാണ പ്രവൃത്തി നടത്തിയത് സന്തോഷ് ആണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. രാധാകൃഷ്ണന്റെ നെഞ്ചിലായിരുന്നു വെടിയേറ്റത്. നാടൻ തോക്കും കൊണ്ട് കൊലപാതകത്തിന് ഉപയോഗിച്ചിരിക്കുകയായിരുന്നു. ഇതിന് ലൈസൻസ് ഉണ്ടോ എന്ന കാര്യം ഇതുവരെയായും വ്യക്തമായിട്ടില്ല. പ്രദേശത്ത് കർഷക രക്ഷസേന എന്ന സേന രൂപീകരിച്ചിട്ടുണ്ട്. മലയോര മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുക എന്നതാണ് കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിൽ തോക്കിന് ലൈസൻസ് ഉള്ളവരും ഇല്ലാത്തവരുമുണ്ട്. സന്തോഷിന് തോക്ക് ലൈസൻസ് ഇല്ല എന്നാണ് വ്യക്തമായിട്ടുള്ളത്. വൈകിട്ട് 4:23 സന്തോഷ് തോക്കേന്തി നിൽക്കുന്ന ഒരു ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. കൊള്ളിക്കുക എന്നതാണ് ടാസ്ക്, കൊള്ളിക്കുമെന്നത് ഉറപ്പ് എന്ന അടിക്കുറിപ്പോടെ തോക്കേന്തി നിൽക്കുന്ന ചിത്രവും അദ്ദേഹം പോസ്റ്റ് ചെയ്തു. ഇതിനു ശേഷമാണ് ഇയാൾ കൊല നടത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം. വൈകിട്ട് 7:27 മറ്റൊരു പോസ്റ്റ് കൂടി ഇയാൾ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എന്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുതെന്ന്. എന്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും, പക്ഷെ എന്റെ പെണ്ണ് നിനക്ക് മാപ്പില്ല എന്നായിരുന്നു രണ്ടാമത്തെ പോസ്റ്റ്. രാവിലെ 9:52 മറ്റൊരു പോസ്റ്റും ഇയാൾ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ചില തീരുമാനം ചിലപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കാൻ വൈകിപ്പോകും. അവസാന ഘട്ടത്തിൽ പോലും മനസ്സിലാകാതെ വന്നാൽ കൈവിട്ടു പോകും. നമ്മുടെ നില നമ്മൾ തന്നെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ വന്നാൽ ചിലപ്പോൾ നമുക്ക് നമ്മളെ തന്നെ നഷ്ടമാകും. ആരെയും ഒറ്റപ്പെടുത്താതിരിക്കുക, കൂടെ നിർത്തുക പറ്റുന്നിടത്തോളം. ചുരുങ്ങിയ ജീവിതത്തിൽ ആർക്കും ശല്യമാകാതിരിക്കുക. നമ്മുടെ സാന്നിധ്യം ശല്യം ആകുന്നവർക്ക് മുന്നിൽ പോകരുത്. അവർ നമ്മളെ ഒരിക്കലും കാണരുത് എന്നായിരുന്നു പോസ്റ്റ്. രാധാകൃഷ്ണന്റെ BJPയുടെ സജീവ പ്രവർത്തകൻ കൂടിയായിരുന്നു. ഇയാളുടെ ഭാര്യ BJP ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. സന്തോഷ് അവിവാഹിതനാണ്. രാധാകൃഷ്ണനും ഭാര്യയ്ക്കും 2 മക്കളുമുണ്ട്.